ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 19/5/2023 നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനേഷന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം 1/2 into 4 plus 1/4 into 6 plus 1/6 into 8 plus etc. up to plus 1/98 into 100 is equal to എത്ര? ഇതാണ് ചോദ്യം. സൊല്യൂഷൻ ഇത് കണ്ടുപിടിക്കാനായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ കോമൺ ആയിട്ട് ഉള്ളത് ഈ എല്ലാ ടേമിലും കോമൺ ആയിട്ടുള്ളത് 1/2 ആണ്. അപ്പൊ അത് 1/2 ഇൻറ്റു ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം ഇതായിരിക്കും ഇതിന്റെ ഉത്തരം. ഈ എല്ലാ ടേമിലും 1/2 കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് 1/2 ഇൻറ്റു ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം ചെയ്താൽ ഇതിന്റെ ഉത്തരം കിട്ടും. 1/2 ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് ടേം 1/2 ആണ്, ലാസ്റ്റ് ടേം 1/100 ആണ്. 1/2 മൈനസ് 1/100 that is equal to 1/2 LCM 100 ആണ്. 2 into 50 minus 1 that is equal to 1/2 into 49/100 that is equal to 49/200 ആയിരിക്കും ഇതിന്റെ ഉത്തരം. ഇപ്പൊ സപ്പോസ് ഇവിടെ 1/4 into 1/6 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. എന്നിട്ട് 1/98 into 100 വരെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിന്റെ ഉത്തരം 1/2 ഇൻറ്റു ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം, അതായത് 1/2 ഇൻറ്റു 1/4 മൈനസ് 1/100 ചെയ്താൽ ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഉള്ള ഒരു ചെറിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഈയിടെ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC. അപ്പൊ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. One by 2 into 3 plus 1/3 into 4 plus 1/4 into 5 plus 1/9 into 10. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പൊ അതിന്റെ ഉത്തരം ജസ്റ്റ് ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം ചെയ്താൽ മതി. ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം. അപ്പൊ ഇതിന്റെ ഉത്തരം ഇവിടെ 1/2 മൈനസ് 1/10 ആയിരിക്കും. അപ്പം 10 ആണ് LCM. 5 minus 1. 4/10 that is equal to 2/5 ആയിരിക്കും ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 30% 20% തമ്മിലുള്ള വ്യത്യാസം 116 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 25% എത്രയായിരിക്കും? അപ്പൊ സംഖ്യയുടെ, അതായത് സംഖ്യ x ആയിട്ട് എടുത്തു. എക്സിന്റെ 30% 20% തമ്മിലുള്ള വ്യത്യാസം is equal to 116. അപ്പം എക്സിന്റെ 10%, എക്സിന്റെ 30 മൈനസ് 20 10, എക്സിന്റെ 10% ആണ് 116. അതായത് x ഇൻറ്റു 100 10 is equal to 116. അതുകൊണ്ട് x is equal to 116 into 100 divided by 10. 1160 ആണ് സംഖ്യ. ഈ സംഖ്യയുടെ ഇനി 25% കണ്ടാൽ മതി. 1160ന്റെ 25%, അതായത് 100ൽ 25. 290 ആണ് ആൻസർ. അടുത്ത ചോദ്യം, A is to B is equal to 5:7
ബി ഇസ് ടു സി ഇസ് ഈക്വൽ ടു 6:11 ആയാൽ എ ഇസ് ടു ബി ഇസ് ടു സി എത്ര? സൊല്യൂഷൻ എ ഇസ് ടു ബി, ബി ഇസ് ടു സി ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇംഗ്ലീഷ് അക്ഷരത്തിലെ എൻ ഇതാണ്. ഈ എന്നിനെ ഒന്ന് തിരിച്ചെഴുതുക. എന്നിനെ തിരിച്ചെഴുതുമ്പോൾ ഈ ഷേപ്പാ വരുന്നത്. ഇത് ഇതിലോട്ടൊന്ന് എഴുതുക. ഈ എൻ എ ഇസ് ടു ബി, ബി ഇസ് ടു സിയിലേക്ക് ഒന്ന് എഴുതുക. അതായത് ഇങ്ങനെ ഇരിക്കും. ഇനി എ എന്ന് പറഞ്ഞാല് ഈ വര പോകുന്നതായിരിക്കും എ എന്ന് പറയുന്നത്. അതായത് എ ഇൻറ്റു ബി എന്ന് വരും. എ ഇൻറ്റു ബി എ വരും. അതുപോലെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വര നോക്കിയാൽ മതി. അതായത് ബി ഇൻറ്റു ബി. സി എന്ന് പറഞ്ഞാൽ ഈ വര, അതായത് ബി ഇൻറ്റു സി വരും. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാം. അഞ്ച് ഇസ് ടു 7, 6:11. ഇനി ഇതിലോട്ട് n വരയ്ക്കുക. n വരച്ചു. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ വരയായിരിക്കും. അതായത് 5 ഇൻറ്റു 6 ആയിരിക്കും എ എന്ന് പറയുന്നത്. അതുപോലെ ഈ വര, അതായത് 6 ഇൻറ്റു 7 എന്ന് പറയുന്നതായിരിക്കും ബി. എന്താ ഈ വര 7 ഇൻറ്റു 11 അതായിരിക്കും സി. അപ്പൊ എ ഇസ് ടു ബി ഇസ് ടു സി എന്ന് പറയുന്നത് 6×5 = 30 ഈസ് ടു 6×7 = 42 ഈസ് ടു 7×11 = 77. 30:42:77 ആണ് ഉത്തരം. അപ്പൊ n തിരിച്ചെഴുതുക എന്ന് മാത്രം ഓർക്കുക. എ ഇസ് ടു ബി, ബി ഇസ് ടു സി ഫോമിൽ എഴുതുക. എന്നിട്ട് n തിരിച്ചെഴുതുക. അടുത്ത ചോദ്യം 100, 1000 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 9ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? സൊല്യൂഷൻ സം s ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സം s ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n എന്ന് പറയുന്നത്, n കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. 100/9 11, 1000/9 111. അപ്പൊ 100നും 1000നും ഇടയിലുള്ള 9ന്റെ മൾട്ടിപ്പിൾ ആയ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 111 മൈനസ് 11 100 വരും. അല്ലെങ്കിൽ നമുക്ക് AP ആ ഫോർമുല ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. ഇതായിരിക്കും എളുപ്പം. n 100 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടേം 100ന് ശേഷമുള്ള 9ന്റെ മൾട്ടിപ്പിൾ ആയ ആദ്യത്തെ സംഖ്യ അത് 108 ആണ്. നമുക്കറിയാം 100ന് തൊട്ട് മുമ്പുള്ള 9ന്റെ മൾട്ടിപ്പിൾ 99 ആണ്. അപ്പൊ 99ന്റെ കൂടെ 9 കൂടെ ആഡ് ചെയ്യുമ്പോൾ 108 കിട്ടും. ഓക്കെ. ഇനി ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 1000ന് തൊട്ട് താഴെയുള്ള 9ന്റെ മൾട്ടിപ്പിൾ അത് 999 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100/2 ഇൻറ്റു 108 പ്ലസ് 999. 100/2 50 ഇൻറ്റു 108 പ്ലസ് 999. 9 17 ഇഷ്ടം 0 ഇഷ്ടം 1107 വരും. 1107 ഇൻറ്റു 50 55,350 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 64 raised to -1/3 ഇൻറ്റു
8 raised to 2 by 3 into 27 raised to 1 by 3 into 36 raised to minus 1 by 2 is equal to എത്ര? സൊല്യൂഷൻ ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്നത് 64 raised to minus 1 by 3 എന്നാണ് ഫസ്റ്റ് സംഖ്യ. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 64 raised to minus 1 by 3 കാത്ത് ഇവിടെ ഈ 3 ഉണ്ടല്ലോ, അതായത് ഈ ഡിനോമിനേറ്റർ പോർഷനിൽ വരുന്നത് ഈ സംഖ്യയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് എടുക്കുക. ഇവിടെ 3 വന്നത് കൊണ്ട് ഈ സംഖ്യയുടെ ക്യൂബ് റൂട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ ഏത് സംഖ്യയാണോ വരുന്നത് അത് ഈ സംഖ്യയുടെ റൂട്ട് എടുക്കുക. അതായത് ഇവിടെ ഇപ്പൊ 36 raised to minus 1 by 2 ആണ്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് 2 ആയതുകൊണ്ട് ഈ 36ന്റെ സ്ക്വയർ റൂട്ട് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് ഇവിടെ ആണെങ്കിൽ 27 raised to 1 by 3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ 3 ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് 27ന്റെ ക്യൂബ് റൂട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ 8 raised to 2 by 3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ 3 ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ 8ന്റെ ക്യൂബ് റൂട്ടാണ് എടുക്കേണ്ടത്. ഡിനോമിനേറ്ററിന്റെ കേസ് അങ്ങനെയാണ് നോക്കുന്നത്. ന്യൂമറേറ്ററിലാണെങ്കിൽ വന്നിരിക്കുന്ന സംഖ്യകൾ അതിന്റെ പവർ ആയിട്ട് അങ്ങ് എഴുതിയാൽ മാത്രം മതി. അപ്പൊ നമുക്ക് നോക്കാം. 64 raised to minus 1 by 3 ആണെങ്കിൽ 64ന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. 64ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ ഉള്ളത് ഈ ന്യൂമറേറ്ററിലുള്ള സംഖ്യ ഇതിന്റെ പവർ ആയിട്ട് എഴുതുക. 4 raised to minus 1 ആയിരിക്കും. 4 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 4. ഇനി അടുത്തത് 8 raised to 2 by 3. അപ്പൊ 8ന്റെ ക്യൂബ് റൂട്ട് ആണ് നോക്കേണ്ടത്. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 പിന്നെ എന്താ ന്യൂമറേറ്ററിൽ എന്താ 2 ആണ്. അപ്പൊ 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഇനി 27 raised to 1 by 3. അപ്പൊ 27ന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ ന്യൂമറേറ്ററിൽ വരുന്ന 1 ആണ്, അത് പവർ ആയിട്ട് എഴുതുക. 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 വരും. ഇനി അടുത്ത 36 raised to minus 1 by 2 ആണ്. അപ്പൊ 36ന്റെ 2 വന്നിരിക്കുന്നത് കൊണ്ട് സ്ക്വയർ റൂട്ട് ആണ് എടുക്കേണ്ടത്. 36ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന 6 ആണ്. raised to എന്താ വന്നിരിക്കുന്നത് -1. അപ്പൊ 6 raised to minus 1. 6 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 6 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 by 4 into 4 into 3 into 1 by 6. 4ഉം 4ഉം വെട്ടിപ്പോയി. 2 6. അപ്പം 1 by 2 ആണ് ഇതിന്റെ ഉത്തരം. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് വഴിയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പൊ അതിങ്ങനെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ചോദ്യം, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0, 8, 24, 48. അടുത്ത സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ ഇത് പോയിരിക്കുന്നത് 1 square minus 1 is equal to 0. 3 square minus 1 8. 5 square minus 1 24. 7 square minus 1 48. ഇനിയുള്ളത് 9 square minus 1 80. 80 ആണ് ഉത്തരം. അടുത്ത ചോദ്യം, പ്ലസ് എന്നത് ഹരണത്തെയും ഡിവിഷൻ എന്നത് വ്യവകലനത്തെയും മൈനസ് എന്നത് ഗുണനത്തെയും ഗുണനം എന്നത് സങ്കലനത്തെയും സൂചിപ്പിച്ചാൽ 34 plus 2 into 6 divided by 3 minus 4 is equal to എത്ര? സൊല്യൂഷൻ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് ഇങ്ങോട്ടൊന്ന് എഴുതുക. അതായത് പ്ലസ് എന്ന് പറയുന്നത് ഹരണം, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൈനസ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ്. ഇതാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 34 പ്ലസ് എന്നാണ് പറഞ്ഞത്. പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിവിഷൻസ് വരണ്ടേ. 34 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇൻറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻറ്റുവിന്റെ സ്ഥാനത്ത് പ്ലസ് ആണ്, പ്ലസ് 6 വരും. പിന്നെ പറഞ്ഞിരിക്കുന്നത് 6 ഡിവൈഡഡ് ബൈ 3 എന്നാ. അപ്പൊ ഡിവിഷന്റെ സ്ഥാനത്ത് മൈനസ് ആണ്, -3 വരും.
പിന്നെ മൈനസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 ഇൻറ്റു 4 വരും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 34/2 17 പ്ലസ് 6 മൈനസ് 12. 23 മൈനസ് 12 11 ഉത്തരം. അടുത്ത ചോദ്യം, ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 13-ാമതാണ്, പിന്നിൽ നിന്ന് 6-ാമതാണ് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? സൊല്യൂഷൻ, ഇപ്പൊ രണ്ട് പൊസിഷൻസ് എമ്മും എന്നും ആണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് m പ്ലസ് n മൈനസ് 1. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പൊസിഷൻസ് ആണ്. ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 13-ാമതും പിന്നിൽ നിന്ന് 6-ാമതും. അപ്പൊ എമ്മും n എന്ന് പറയുന്നത് 13ഉം 6ഉം ആണ്. അപ്പൊ ടോട്ടൽ ഈസ് ഈക്വൽ ടു 13 പ്ലസ് 6 മൈനസ് 1 19 മൈനസ് 1 18 പേരാണ് ആ വരിയിൽ ടോട്ടൽ ഉള്ളത്. അടുത്ത ചോദ്യം, സോഴ്സ് എന്ന വാക്കിന്റെ കോഡ് TNV2DD ആണ് എങ്കിൽ മൊബൈൽ എന്ന വാക്കിന്റെ കോഡ് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ, സോഴ്സ് എങ്ങനെയാണോ TNVQDD ആയി എഴുതിയത് അതെങ്ങനെയാണെന്ന് നോക്കുക, അതുപോലെ മൊബൈലും എഴുതുക. നോക്കാം. SOURCE സോഴ്സ് വന്നിരിക്കുന്നത് TNVQDD. ST പ്ലസ് 1 ആണ് വന്നിരിക്കുന്നത്, ആഡ് ചെയ്തിട്ടുണ്ട്. ON, ഓയിൽ നിന്ന് മൈനസ് ഒന്ന് കുറയെ വെച്ചിരിക്കുന്നത്, അപ്പം മൈനസ് 1. പിന്നെന്താ, U പ്ലസ് V പ്ലസ് 1 ആഡ് ചെയ്തു. RQ മൈനസ് 1 വരുന്നു. CD പ്ലസ് 1 ED മൈനസ് 1. ഇതുപോലെ നമുക്ക് മൊബൈൽ എഴുതാം. MOBILE. ആദ്യം പ്ലസ് 1 ആഡ് ചെയ്യാം, അപ്പം MN വരും. ഇനി മൈനസ് 1 എന്ന് പറയുമ്പം NO വരും, ON വരും. അതുപോലെ തന്നെ ഇനി പ്ലസ് 1, അപ്പം BC ആയിരിക്കും വരുന്നത്. പിന്നെ I കഴിഞ്ഞാൽ പിന്നെ മൈനസ് 1 ആണ്, HI ആയിരിക്കും വരുന്നത്. ഇനി പ്ലസ് 1, L പ്ലസ് 1 എന്ന് പറയുമ്പോൾ M വരും. ഈ മൈനസ് 1 അതായത് D വരും. ആൻസർ എന്ന് പറയുന്നത് മൊബൈൽ എന്ന് പറഞ്ഞാൽ NNCHMD ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല, അത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.